ബാലേട്ടാ, ദേ ചായ ഇവിടെ വെച്ചിട്ടുണ്ടേ. നീ ഒന്ന് നേരെ പിടിക്കേ, താഴെ പോ. കുറച്ചുകൂടെ പൂക്കളുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു കളർ ഇടായിരുന്നല്ലേ. ഇതിനിപ്പോ എന്താ കുഴപ്പം? കുഴപ്പമൊന്നും ഇല്ലല്ലേ? ഇല്ല, സൂരജിന്റെ വീട്ടിൽ കുറെ പൂ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചാലോ? ഒന്നും വേണ്ട, ഈ ഉള്ളത് വെച്ചങ്ങ് ഇട്ടാ മതി. വേണ്ടെങ്കി വേണ്ട. അമ്മേ, എനിക്ക് വിശക്കുന്നുണ്ട്, ഏതെങ്കിലും തിന്നാൻ തരുമോ? നിന്റെ അച്ഛൻ ഇന്നലെ രാത്രി മേടിച്ചോണ്ട് വന്ന പൊറോട്ട ബീഫ് കറി ഉണ്ട്, ഞാനത് ചൂടാക്കി തരാം. അപ്പൊ ഇന്ന് ഓണമായിട്ട് അമ്മ കുറെ സാധനങ്ങൾ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട്. എടാ, അത് ഉച്ചക്കല്ലേടാ കൊതിയാ സദ്യ. നീ ഉള്ളത് കൂട്ടി കഴിക്കേ. ഗീതേ, നീ എന്തെടുത്തോണ്ടിരിക്കേ? ഇന്ന് ഓണമല്ലേ ചേട്ടാ? കുളിക്കാൻ വെള്ളം എടുത്തേക്ക്. എനിക്ക് ആ മേസ്ത്രി അടുത്ത് പോകണം. അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു പങ്ക് കിട്ടും. നീ ഒന്ന് എഴുന്നേറ്റ അവിടുന്ന്. പൂക്കാരി വന്നിരിക്കുന്നു. ബാലേട്ടാ, ഇന്ന് നേരത്തെ വരണം കേട്ടോ. നമുക്ക് ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കണം. നേരത്തെ ഒരടി. ആ വിറകാണെങ്കിൽ കത്തൊന്നുമില്ല. അത് ഊതി ഊതി എന്റെ വയറ് വേദന എടുക്കുന്നു. ഡോക്ടറെ കാണിച്ചെന്ന് പറഞ്ഞു. ഡോക്ടർ മരുന്നൊക്കെ തന്നിട്ടുണ്ട്. എനിക്ക് വലിയ കുറവൊന്നുമില്ല. ഒരു ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരും. അതിൽ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. മനു, മനു. എന്താ അച്ഛാ? ഓണായിട്ട് മോനിക്ക് അച്ഛൻ എന്താ മേടിച്ചിട്ടുണ്ട്? എനിക്കൊരു പട്ടം മതി അച്ഛാ. പട്ടോ? അത് അച്ഛൻ വന്നിട്ട് ഉണ്ടാക്കി തരാല്ലോ. അമ്മേ, ഒരുപാട് സമയമായില്ലോ, വിശക്കുന്ന അമ്മേ. നമുക്ക് ചോറ് കഴിച്ചാലോ? മോൻ ഇത്ര നേരം ക്ഷമിച്ചില്ലേ? കുറച്ചു നേരം കൂടെ ക്ഷമിക്കും. അച്ഛൻ ഇപ്പൊ വരുമല്ലോ, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം കേട്ടോ. ബാ. ഹലോ ഗീതച്ചേ, ഓണൊക്കെ എവിടെ വരായി? അടിപൊളിയായാ? സദ്യ കഴിച്ചാ? ബാലേട്ടൻ എത്തിയില്ലേ? അങ്ങേറ്റ് ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങള് നോക്കിയിരിക്കുവാ. ആഹാ,
ഞാൻ പോകുമ്പോഴേ ജോസന്റെ കട മുന്നിലുണ്ടായിരുന്നു. നല്ല വെള്ളത്തിലാ. ആ സതീശനും രമേശന്റെ ചെക്കനും ഉണ്ടായിരുന്നു. 4 കാലില. മനു അങ്ങോട്ട് വന്നടാ. നീ കളിച്ചോട്ടാ. അമ്മേ, അച്ഛൻ വന്ന് ചോറ് വിളമ്പിക്കോ. എന്താ ഓർഡർ? ബാലേട്ട കുളിക്കുന്നില്ലേ? ഇല്ല. എന്നാ കൈ കഴിവാ, ഊണ് കഴിക്കാം. നിന്റെ പോക്കറ്റിന് പൈസ എടുത്ത്. അത് ബാലേട്ടനല്ലേ ആ ക്ലബിലെ പിള്ളേർക്ക് 200 കൊടുക്കാന്ന് പറഞ്ഞിരുന്നേ. ഇതിലുണ്ടായിരുന്ന 150 രൂപ ഞാൻ കൊടുത്തു. നീ ആരോട് ചോദിച്ചിട്ട് കൊടുത്തേ? ആരോട് ചോദിച്ചു കൊടുത്തേ? ഇതേ എത്ര നേരമായി വിളിക്കുന്നു. ബാലൻ എന്തേ? ബാലേട്ടൻ പുറത്തുപോയി. എന്തേ? എനിക്ക് കുറച്ച് കാശ് തരാനുണ്ടല്ലോ, ഓണത്തിന് തരാമെന്നാ പറഞ്ഞത്. അങ്ങാടിയിലെങ്ങാനും ഉണ്ടാവും, അവിടെ പോയി ചോദിക്ക്. ഇതേ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് അഭിനയിക്കുന്നത്? ബാലൻ എന്നോട് പൈസ കടം ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്നതേ എനിക്കറിയാം അവന് കുടിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. പിന്നെ അത് ചോദിക്കാനെങ്കിലും എനിക്ക് ധൈര്യത്തോടെ ഇവിടെ വരാമല്ലോ. പിന്നെ ഇന്ന് വന്നത് നല്ല ഓണക്കോടിയൊക്കെ കൊടുത്ത് നിന്നെ ഒന്ന് കാണാമല്ലോ. ഞാൻ കുറച്ചു മുമ്പേ ഇവിടെ വന്നിരുന്നു. ഇവിടെ നടന്ന അംഗം മുഴുവൻ കാണുകയും ചെയ്തു. നീ എന്തിനാടി പെണ്ണെ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത്? അല്ല, നിനക്കത് വേണം. കുറെ കാലങ്ങൾക്ക് മുമ്പ് അങ്ങ് തെക്കൂന്ന് കായംകുളം ദേശത്തുനിന്ന് ആരോരുമില്ലാത്ത ഒരമ്മയും മോളും ഈ നാട്ടിലേക്ക് വന്നു ജോലി, എന്റെ തറവാട്ടിലേക്ക്. അങ്ങനെ കുറെ കാലം. പിന്നെ നീ ഒരു പെണ്ണായി വളർന്നപ്പോൾ അന്നേ തുടങ്ങി നിനക്ക് ബാലനോടുള്ള പ്രേമം. നിന്റെ അമ്മയൊരു പാവമായിരുന്നു,
ഒരു പൊട്ടി. ഒരു ദിവസം നീ അവന്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയപ്പോൾ അവൾ ഒരുപാട് കരഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞ് ദീനം വന്നങ്ങ് ചാകുകയും ചെയ്തു. ബാലൻ വലിയ സർക്കാർ ജോലിക്കാരനാകാൻ പോകുമായിരുന്നല്ലോ. എന്നിട്ടിപ്പൊ എന്തായി? നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുടിയൻ ബാലൻ. ഇതേ നീ ഒന്ന് ചിന്തിക്ക്. പണ്ട് മുതൽ നിന്നെ കാണുമ്പോഴൊക്കെ മനസ്സിനൊരു സുഖം. നീ ആ കുടിയനോട് പോകാൻ പറ. നീ ഒന്ന് മനസ്സ് വെച്ചാൽ നിനക്കും നിന്റെ മോനും രാജകീയമായി ജീവിക്കാനുള്ള വക ഈ തമ്പുരാൻ തരും. ഈ തമ്പുരാൻ. തമ്പുരാനെ, ബാലേട്ടൻ കുടിയനായതേ അവസ്ഥ കൊണ്ടാ. സർക്കാർ ജോലിക്ക് നടന്നിട്ടേ ഇപ്പൊ കൂലിപ്പണിയാ. അതെനിക്കും എന്റെ പൊന്നുമോന് തിന്നാൻ വേണ്ടിട്ടാ. മദ്യപാനം ഒരു അസുഖമാ, അതിന് മരുന്നും ഉണ്ട്. എന്റെ പ്രാർത്ഥനയും എന്റെ സ്നേഹവും കൊണ്ട് എന്റെ ബാലേട്ടനെ മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റും. പക്ഷെ തന്റെ അസുഖം ഉണ്ടല്ലോ, അതിന് മരുന്നില്ല. മേലെ ഇമാതിരി വർത്തമാനം പറഞ്ഞോണ്ട് എന്റെ മുമ്പിൽ വന്നാണ്ടല്ലോ, എന്റെ പൊന്ന് തമ്പുരാനെ അടിച്ച് മോന്ത പൊളിക്കും ഞാൻ. അതുകൊണ്ട് തമ്പുരാൻ പോ. എന്തല്ല, ഞാനൊന്നും പറയണ്ട, ഇറങ്ങിപ്പോഴോ അവിടെ. വെറുതെ അല്ല വാലെടുത്തിട്ട് അയാളുടെ ഒരു സ്നേഹം. എന്റെ മോനെ, നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്? എന്റെ കൃഷ്ണ, നിനക്കെന്നെ പരീക്ഷിച്ച് ഇതുവരെ തീർന്നില്ലേ? എന്റെ പൊന്നുമോൻ കരുതാൻ അച്ഛനെ കാത്തിട്ടല്ലേ ഇനി ഞാൻ അവൻ എന്റെ അടുത്തോട്ട് കൊടുക്കാനാ കഴിക്കാൻ? കണ്ടല്ലേ നീ ഇതൊക്കെ? ഈ ബാലേട്ടനെ നശിച്ചു കൊടുത്താൻ ഞാൻ പ്രാർത്ഥിച്ചതല്ലേ? നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? കരയല്ലേ അമ്മേ. ഷോ, താനെന്താടോ കാണിക്കണേ? തനിക്ക് വെള്ളമൊഴിച്ച് കഴിച്ചുകൂടെ? എങ്ങനെ? തനിക്ക് അതിനകത്ത് വെള്ളമൊഴിച്ച് കഴിച്ചുകൂടെ? ഇങ്ങനെയൊക്കെ കഴിച്ചാലേ പൂമ്പും കരലും ഒക്കെ വാടും. അതിന് തനിക്കെന്നതാ എടോ, ഇത് ഞങ്ങൾ കുടിക്കുന്ന സ്ഥലം, ലോക്കൽ. തന്നെപ്പോലുള്ള മാന്യന്മാരൊക്കെ അവിടെ കസേര പോയിരുന്ന് കുടിക്കണം. മോനെ, ഞാൻ അവിടെ ഉണ്ടാവും. ബാലേട്ടന് ഒരെണ്ണം കൊണ്ട് ഒഴിച്ചടാ. ഉപദേശിയോ? ഹലോ, നമ്മ കുടിക്കണ 3-4 അതിനുള്ള കാശ് നമ്മുടെ ഈ നായ വെള്ളം കൂടി വെച്ചാ പിന്നെ നമുക്ക് എന്താ നന്നായി. എന്താണ് കാണിക്കുന്നത്? കുടിക്കളം മദ്യത്തിലാണ് കൈ കൊണ്ട് ഐസ് എടുത്ത്. അതൊന്നും സാരമില്ല, താൻ കുടിക്കും. അത് നല്ലൊരു ഇതാണ്. എടോ, കുടിക്കണോണ്ടല്ല,
മദ്യം നമ്മളെ കുടിക്കാതെ നോക്കണം. കുറെ കാലമായില്ലേ ഈ പണിക്ക് പോകാൻ തുടങ്ങിയിട്ട്. എടാ, നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ കുറച്ച് കാലം മാറും. അന്നാണ് നമുക്ക് ജീവിക്കാൻ കൊതി തോന്നുന്നത്. അപ്പൊ അതാ ഇവൻ പണി തുടങ്ങി. ചിലപ്പോൾ ഇവർ കിട്ടിയൊന്നും ഉണ്ടാവില്ല, ഒരരിപ്പ പോലെ ഉണ്ടാവും. തന്റെ പേരെന്താ? ആ ബാല, താനിപ്പോ ഒരു രോഗിയാണ്. അതിപ്പോ തന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. താൻ സമയം കിട്ടുമ്പോൾ ഡോക്ടർ ഫൈസലിനെ ഒന്ന് പോയി കാണും. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ടി ഡോക്ടറിൻ്റെ ഒരു സ്ഥാപനമുണ്ട്. എല്ലാ ശനിയാഴ്ചയും നമ്മുടെ വായനശാലയിൽ തുടങ്ങിയിട്ടുണ്ട്. സമയം പോലെ പോയാൽ മതി. ഞാൻ ഇറങ്ങുക, ഇപ്പം തന്നെ ലേറ്റായി. ചേട്ടൻ്റെ വീട് എവിടെ? ഇവിടെ ഗുരുവായൂർ. ശരി. ജോസേ, ബാലേട്ടനൊരു ചെറു എന്താ പറയാ? ബാലേട്ടൻ എവിടെയായിരുന്നു? വീട്ടിൽ പോയിരുന്ന? ഇല്ലെന്തടാ? എന്താണെന്നാ എവിടെയൊക്കെ തെരഞ്ഞെന്നറിയോ? നീ കാര്യം പറയടാ. അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? ഈതേച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഹോസ്പിറ്റലാ? കാര്യം വയറുവേദനയാണ്. ഈതേച്ച് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നല്ലേ? നാളെ എന്തോ ഓപ്പറേഷൻ വേണമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഓപ്പറേഷനാ? അപ്പൊ അവളെങ്ങനെ ഹോസ്പിറ്റലിൽ പോയേ? നമ്മുടെ അപ്പുറത്തെ പറമ്പില് ഉണ്ണിയുടെ തെങ്ങ് കയറുന്നുണ്ടായിരുന്നു. മനുവിന്റെ കരച്ചിൽ കേട്ടാണ് ചെന്നത്. അപ്പൊ അവശ നിലയിലായിരുന്നു. അവരെല്ലാരും കൂടി ആശുപത്രിയിൽ എത്തിച്ചു. ഒന്ന് വിളിച്ചു പറയാൻ ഒരു ഫോണെങ്കിലും ഉണ്ടോ ബാലേട്ടൻ്റെ കയ്യിൽ? എത്രയൊക്കെ ആയാലും വീട്ടിലുള്ളവരെ കുറിച്ച് ഒരു ചിന്തയെങ്കിലും വേണം ബാലേട്ട. അല്ല, പഴം വേണ്ടേ ബാലേട്ട? വേണ്ട. ബാലേട്ടാ, നാളെ രാവിലെ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നു. വയറ്റിലുള്ള മുഴ വലുതായിരുന്നു. ബില്ലടയ്ക്കാനൊക്കെ ഒത്തിരി പൈസ വേണ്ടേ ബാലേട്ടാ? പൈസ ഒക്കെ ഞാൻ ഉണ്ടാക്കും. എനിക്കൊരു കുഴപ്പമുണ്ടാകും. അതെനിക്കറിയാം. എനിക്കൊന്നും സംഭവിക്കില്ലെന്ന്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ബാലേട്ടനെ മോനെയും പിന്നെ ആരാ നോക്കുക?
ദിനേശ, ആ ബാലേട്ടാ, എവിടെ പോയതാ? ഞാൻ നിന്നെ കാണാൻ തന്നെ വന്നതാ. എന്തേ? എടാ അവള് ഹോസ്പിറ്റലാടാ, ആകെ അടങ്ങാറില്ല. അതൊക്കെ ഞാൻ അറിഞ്ഞ്. നിന്റെ കയ്യിൽ പൈസ വല്ല ഇരിപ്പുണ്ടാ? ഞാൻ തിരിച്ചു തരാടാ. എൻ്റെ എവിടുന്നാ ബാലേട്ടാ? വർക്ക്ഷോപ്പിലെ പണിക്കാർക്ക് പോലും കാശ് കൊടുത്തിട്ടില്ല. പിന്നെ പഴയതുപോലെ വർക്ക്ഷോപ്പിലെ പണിയൊന്നുമില്ല. ബാലേട്ടൻ വേറെ എവിടെയെങ്കിലും നോക്ക്. ബാലേട്ടാ, സാധനം ഇരിപ്പുണ്ട്, വേണേ രണ്ടെണ്ണം അടിച്ചിട്ട് വാ. ആ, കടന്നിരിക്കൂ. സാറോ? സാറുണ്ട് ഇവിടെ? ആ, പിന്നെ എനിക്കും കൂടി നിർത്തണ്ടേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മദ്യപാനം ഒരു രോഗമാണ്. ഈ രോഗത്തെ നമ്മൾ തിരിച്ചറിയണം. മദ്യപാനം നമുക്ക് നിയന്ത്രിക്കാനേ കഴിയില്ല, അപ്പാടെ ഉപേക്ഷിക്കണം. എന്നാൽ അത് പെട്ടെന്ന് നിർത്തുവാനും പറ്റില്ല. ഈ രോഗം നമ്മുടെ ശരീരത്തെ ഗുരുതരമായി ബാധിക്കുന്നു. നമുക്ക് സമൂഹത്തിലുള്ള നിലയും വിലയും നശിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു 24 മണിക്കൂറെങ്കിലും ഞാൻ മദ്യപിക്കില്ല എന്ന പ്രതിജ്ഞ എടുക്കണം. അത് വിജയിച്ചാൽ വീണ്ടും അടുത്ത 24 മണിക്കൂർ, അങ്ങനെ മണിക്കൂറുകൾ ആഴ്ചകളായും, ആഴ്ചകൾ മാസങ്ങളായും, വർഷങ്ങളായും തുടരണം. അപ്പോൾ നമ്മൾ സന്തോഷം അനുഭവിക്കും. മദ്യലഹരി തരുന്ന സന്തോഷങ്ങളൊന്നും സന്തോഷങ്ങളായിരുന്നില്ല എന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ വേണ്ടപ്പെട്ടവർ, ഭാര്യ, മക്കൾ എന്നിവരും രോഗികളായി മാറുന്നു. നമ്മൾ അവരെയും ട്രീറ്റ്മെൻറ്റിന് വിധേയരാക്കണം. കാരണം അവരും മാറണം. ഒരു മദ്യപാനിയായ രോഗിയോട് എങ്ങനെ പെരുമാറണമെന്ന് അവരും പഠിക്കേണ്ടതായിട്ടുണ്ട്. രോഗികളോട് ഒരിക്കലും ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. എല്ലാ കാര്യങ്ങളിലും അവരുടെ കൂടെ നിൽക്കണം. ഏതു നിമിഷവും മദ്യം അവരെ വീണ്ടും വഴിതെറ്റിക്കും എന്ന ചിന്ത മദ്യപാനിയായ രോഗിക്കും അവരുടെ കൂടെ ഉള്ളവർക്കും വേണം. മദ്യാസക്തി അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കൊടുക്കുകയാണ്. അതിന് ഉണർത്തുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. വീണ്ടും രോഗി മദ്യം ഉപയോഗിച്ചു തുടങ്ങിയാൽ പിന്നീട് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോഴൊക്കെ ഫിക്സ് പോലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. ഇത്തരം സാഹചര്യമുണ്ടായാൽ രോഗി പതിയെ മരണത്തിന് കീഴടങ്ങേണ്ടി വരും. നമ്മൾ അത് അനുവദിച്ചുകൂടാ. ഇത്രമാത്രമാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശദമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ആ, അങ്ങനെ അവസാനം ഇവിടെ എത്തിയല്ലേ? ഞാൻ 3 ദിവസമായിട്ട് മദ്യം തൊട്ടിട്ടില്ല. ആ, അതെന്താ അങ്ങനെ? ഒരുപാട് പ്രശ്നങ്ങളാണ് ചേട്ടാ. എന്തായി, പോകുന്നില്ലേ? പോണു.
ഭാര്യ ഹോസ്പിറ്റലാണ്. ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നാളെ ഡിസ്ചാർജ് ചെയ്യും. ബില്ലടക്കണം. കാശിനായി പലയിടത്തും ഓടി നടന്നു. ഒന്നും ശരിയായി. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. ആ, ബാലൻ വിഷമിക്കല്ലേ, എന്തേലും വഴിയുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ കൂട്ടത്തിൽ ചില പ്രതിസന്ധികളും വന്നു ചേരും. അതും കൂടെ തരണം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാകുന്നത്. ഞാൻ വരട്ടെ. ഹേ ഹലോ, എന്തായി? ഡിസ്ചാർജ് വൈകിട്ട് കായാലും മതി. അപ്പോഴേക്കും പൈസ റെഡി ആവുള്ളൂ. അതെന്നെ ഗീതയുടെ ബില്ല് അടച്ചല്ലോ. ബില്ലടച്ചാ? ആര്? അതെനിക്കറിയില്ല. കുറച്ചു മുമ്പ് ഒരാൾ വന്ന് ബില്ല് അടച്ചിട്ടുണ്ടായിരുന്നു. അതാരാണ്? അതെനിക്കറിയില്ല. വെള്ള മുടിയൊക്കെ ആയിട്ട് സായിപ്പിനെ പോലെ ഒരാൾ. ആരായിരിക്കും? അറിയുന്ന ആളായിരിക്കും. ആരാ ബില്ലടച്ചത്? അതറിയില്ല. മിക്കവാറും എനിക്കറിയുന്ന സാറായിരിക്കും. സാറോ? എന്താ അയാളുടെ പേര്? ഞാൻ ഇതുവരെ പേര് ചോദിച്ചിട്ടില്ല. നീ വാ, എനിക്കറിയാം ആളെവിടെ ഉണ്ടാവും. സിസ്റ്റർ, എന്നാ ശരി. സതീശ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഓണത്തിന്റെ അന്ന് എന്റെ കൂടെ കള്ളു കുടിച്ചില്ലേ? ഒരു വെളുത്ത മുടിയൊക്കെ ആയിട്ട് സായിപ്പിനെ പോലത്തെ ഒരാള്. തിരുവോണത്തിനന്നാ? ആ, അന്ന് നിങ്ങളുടെ കൂടെ അന്ന് ആരുണ്ടായിരുന്നില്ലല്ലോ? കൂടെ ആരുണ്ടായിരുന്നില്ലല്ലോ? എടാ, എന്നോടൊരു ഉടക്കൊക്കെ ഉണ്ടാക്കിയില്ല ഒരാള്. എന്റെ ബാലേട്ടാ, നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ട? അന്ന് നിങ്ങളിവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടിന്നറിയോ? ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കണോ, ഇവിടെ എന്തൊക്കെ കാട്ടണോ? 4 ക്ലാസ്സാണ് അന്ന് നിങ്ങളടുത്ത് പോയേ. ബാലേട്ടാ പോയ. ബാലേട്ടാ, പോയിട്ട് എന്തായി? അയാളെ പറ്റി വല്ല വിവരവും കിട്ടിയോ? ഒരു വിവരമില്ലടി. ഞാൻ ഫൈസൽ ഡോക്ടറോടും ചോദിച്ചു. അയാൾക്കും അറിയില്ല. ബാറിലെ ചെക്കനോടും. അയാൾ എവിടുന്നോ വന്നു, എവിടേക്ക് പോയി, എനിക്കൊരു പിടിയില്ല. ബാലേട്ടാ, നമ്മുടെ ഉദ്ദേശം ശരിയാണെങ്കിൽ, നമ്മൾ അതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ ദൈവം ഒരാളെ നിയമിക്കും. അങ്ങനെ ഒരാൾ വന്നുപോയെന്ന് വിചാരിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ കൂട്ടത്തിൽ ചില പ്രതിസന്ധികൾ വന്നു വീഴും. അതും കൂടെ തരണം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാകുന്നത്. വെള്ള മുടിയൊക്കെ ആയിട്ട് സായിപ്പിനെ പോലെ ഒരാൾ. ചേട്ടന്റെ വീട് എവിടെ? ഇവിടെ ഗുരുവായൂർ.